ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ബോർഡർ 2 റൈറ്റർ ഡയറക്ടർ അനുരാഗ് സിംഗ് 1997 പുറത്തിറങ്ങിയ ബോർഡർ 29 വർഷങ്ങൾക്ക് ശേഷം ഒരു സ്പിരിച്വൽ സീക്വൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണി ഡിയോളിൻ്റെ ക്യാരക്ടർ ലെഫ്റ്റനന്റ് കേണൽ ഫത്തേഹ് സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ്. അതിനകത്ത് കുൽദീപ് സിംഗ് ആയിരുന്നു 97 പുറത്തിറങ്ങിയ ബോർഡറിനകത്ത്. പക്ഷേ അതിനകത്തുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ റെഫറൻസ് ആ സിനിമയിൽ വർക്കായ ഇമോഷൻസ് കാര്യങ്ങളെല്ലാം അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പാട്ടുകൾ അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. LOC കാർഗിൽ, അതിനകത്തൊക്കെ ലൈൻ ഓഫ് കൺട്രോൾ കാർഗിൽ, അതിനകത്ത് വന്നിരിക്കുന്ന പാട്ടുകൾ മേ ജാത്തെ ഹൊയിലം ഹു, ആ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏതായാലും സന്ദേശ ആത്തെ ഹസ്, ആ പാട്ട് 97 തന്ന ഫീലിൻ്റെ അടുത്തൊന്നും എത്തിയിട്ടില്ല. അതിനകത്തുള്ള ആക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ആ പടത്തിനെ കുറിച്ച് പറയാതെ ബോർഡർ 2 പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനകത്ത് സണ്ണി ഡിയോള, ജാക്കി ഷറഫ്, സുനിൽ ഷെട്ടിക്കൊക്കെ ആക്ടിങ് വരത്തില്ല എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന സുനിൽ ഷെട്ടിയുടെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ദേവി മാ ശക്തി ദേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊരു പക്ഷേ ആ ഒരു ഇമോഷൻ ആയിരിക്കാം. ആ സമയത്തെ നമുക്ക് യുദ്ധവും ക്രിക്കറ്റും ആണല്ലോ പേട്രിയോട്ടിസം, അത് വേറെ വിഷയം. പക്ഷെ അങ്ങനെയൊക്കെ കൊണ്ട് തോന്നിയതുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ വർക്കായ ഇതായിരുന്നു. അക്ഷയ് ഖന്ന വളരെ യങ് ആയിട്ട് അതിനകത്ത് അത്രയും വർഷത്തെ ഇതുണ്ടല്ലോ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പടത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറൊരു വേർഷൻ ആയിട്ട് എടുത്തിരിക്കുന്നു. അതിനകത്ത് വന്ന വൈകാരികതയും ആ ഇമോഷണൽ കണക്റ്റും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പടത്തിൻ്റെ ഒരു മേജർ ഭാഗം അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വർക്കായ വിഷയങ്ങൾ പറഞ്ഞ് ആദ്യം തുടങ്ങാം. സണ്ണി ഡിയോൾ ഫത്തേഹ് സിംഗ് ആയിട്ട് ഒരു രക്ഷയില്ല. പുള്ളിയെ നോർത്തിലൊക്കെ ചില റിവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. പഴയ പല പടങ്ങളും വെച്ചിട്ട് പുള്ളി അലറി വിളിക്കുകയാണ് 2.5 കിലോ കാ ഹാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ഓങ്കി അടിച്ച 1.5 ടൺ വെയിറ്റഡ് ആണെന്നുള്ള അതിൻ്റെ ഹിന്ദി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുള്ളി അത് ആ ക്യാരക്ടർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ ഇത്രയും ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന ഒരാൾ, അതായത് ഇമോഷൻ ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും കൊടുക്കണം എന്ന് തോന്നുന്നതും ഒക്കെ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. ഭയങ്കരമായിട്ട് ഇത് ഈ പടത്തിൻ്റെ മൂഡ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ വളരെ ഓർഗാനിക് ആയിട്ട് സണ്ണി ഡിയോളിൻ്റെയും ജാക്കി ഷ്രഫിൻ്റെയും ക്യാരക്ടേഴ്സ് വരുന്നതും ഇതിനകത്ത് നേരെ തിരിച്ചാണ്. എല്ലാവർക്കും ഒരു ഇൻട്രോ, എല്ലാ നായകന്മാർക്കും ഒരു പ്രോപ്പർ ഇൻട്രോ കൊടുത്ത് അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സണ്ണി ഡിയോൾ ഫസ്റ്റ് ബോർഡർ നമ്മുടെ ഇതിലോട്ട് പാകിസ്ഥാനികൾ നുഴഞ്ഞു കയറി വരുമ്പോൾ ഇത് 1971 ബേസ് ചെയ്ത് തന്നെയാണ് ഈ കഥയും മുമ്പോട്ട് പോകുന്നത്. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഇന്ത്യയുടെ മാപ്പ് കാണിച്ചിട്ട് ഇന്ത്യയുടെ വിവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് മുതലെടുത്ത് പാകിസ്ഥാനികൾ അകത്ത് വരുന്ന കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അങ്ങനൊരു ഹെവി ഇൻട്രോ സീൻ സണ്ണി ഡിയോളിന് കൊടുക്കുന്നുണ്ട്. പുള്ളി അത് നല്ല അടിപൊളി ഗൂസ് ബംസ് വരുന്ന രീതിയിൽ ചെയ്തും വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, ഈ സന്ദേശ ആത്തേഹ പാട്ട് തുടങ്ങുന്നത് വരുൺ ധവാനിലാണ്. പക്ഷെ ആ ഫീൽ എല്ലാം നശിപ്പിച്ച് വരുൺ ധവാൻ ഓൾമോസ്റ്റ് ഒരു ഓവർ ആക്ട് ചെയ്ത് അതിനെ കില്ല് ചെയ്ത് ആ അവസാനം സണ്ണി ഡിയോളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്, നമുക്കൊരു ഫീലുണ്ട്. അതൊക്കെ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നല്ല രീതിയിൽ വർക്കായ ഒരു പെർഫോമൻസ്. പിന്നുള്ളത് ദിൽജിത്തിൻ്റെ. പുള്ളി ഒരു എയർ കമാൻഡറായിട്ടാണ്, പൈലറ്റാണ്. പുള്ളിയുടെ ആ ഫീലും, പുള്ളി ഫ്ലൈറ്റിൽ കയറിയ ഒരു അവസാന നിമിഷത്തിൽ മീശയൊക്കെ പിരിച്ചിട്ട് കിട്ടുന്നൊരു ഫീലുണ്ട്. നമുക്കൊരു ഇന്ത്യ എന്നുള്ളൊരു വികാരമൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ ആക്ടേഴ്സിൽ നിന്നാണ്. ഇവരുടെ 2 പേരുടെ പെർഫോമൻസാണ് ഇതിലെനിക്ക് സോളിഡായിട്ട് എടുത്തു പറയാനുള്ളത്. അതിനുശേഷം ഈ പടത്തിൻ്റെ ടെക്നിക്കൽ ഇത് 29 വർഷം മുമ്പ് എടുത്തിരിക്കുന്ന ടെക്നിക്കാലിറ്റി നോക്കുമ്പോൾ ഒരു തകരപ്പാട്ട ഫ്ലൈറ്റ് സെറ്റപ്പ് കുറ്റം പറയാൻ പറ്റില്ല. അതിനകത്തെ ചെയർ കാര്യങ്ങൾ അതിലത്ര വലിയ ബ്രില്യൻസ് ഒന്നുമില്ല. അന്ന് കാണുമ്പോൾ നമുക്കതൊരു വലിയ സംഭവമാണ്. ഇന്ന് ആ പടം റീവിസിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് കാണാം. ബട്ട് സ്റ്റിൽ അന്നത്തെ സമയത്ത് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ആർമി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഫീലും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. നോ ഒഫൻസ്, എനിക്കത് എൻ്റെ ഫേവറേറ്റ് പടം ബോർഡർ 2 കമ്പയർ ചെയ്യുമ്പോൾ ബോർഡർ തന്നെയാണ്. അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അത് നൊസ്റ്റാൾജിയമാവാം, പക്ഷെ അതിനൊരു പ്രത്യേക ഇത് തന്നെയുണ്ട്. പക്ഷെ ഇതിലോട്ട് എത്തുമ്പോൾ VFX, ലാൻഡിലെ ഫൈറ്റ് സീൻസ് കാര്യങ്ങൾക്കൊക്കെയുള്ള VFX അടിപൊളി. സണ്ണി ഡിയോളിന് അടുത്ത ചിങ്ങത്തിൽ 68 69 വയസ്സാവുകയാണ്. പുള്ളിക്കൊരു ബോഡി ഡബിളിനെ കൊടുത്തിട്ട് ആ ഫൈറ്റ് സീക്വൻസ് എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ ടെക്നിക്കാലിറ്റി അടിപൊളി. അതൊക്കെ കൊണ്ടുവന്ന് മലയാളത്തിൽ ഇപ്പം മമ്മൂക്കയൊക്കെ ആ സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു മനുഷ്യനാണ്. പുള്ളി അതുപോലൊക്കെ പിക്ചറൈസ് ചെയ്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയാണ്. കാരണം പുള്ളിക്കൊരു സ്ക്രീൻ ഓറയുണ്ട്. സോറി, വിഷയം മമ്മൂക്കയിലേക്ക് പോകുന്നു, ഐ ആം ദ സോറി. തിരിച്ച് സണ്ണി ഡിയോളിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബോഡി ഡബിൾ മാച്ച് ചെയ്തിരിക്കുന്ന രീതി, ആ ബോഡി ഡബിളിനെ കാണിച്ചിട്ട്
കാരണം പുള്ളിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാം. കാരണം നോർമലായിട്ട് നടക്കുന്ന സീനിൽ തന്നെ പുള്ളിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് പുള്ളിയുടെ ആക്ടിങ്ങിലാണ് അത് ഓവർകം ചെയ്യുന്നത്. അപ്പോൾ അത് മാച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ തരുന്നൊരു ഫീലൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ തലകുത്തി മറിഞ്ഞൊക്കെ വന്ന് നിൽക്കുന്നതും, ചാടി ഒരുത്തനെ കുത്തുന്നതും, പിന്നെ പുള്ളിയുടെ കുറേ ഫൈറ്റിംഗ് ബ്രില്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ല ഹൈ തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എയർ സ്ട്രൈക്കിന് വേണ്ടിയിട്ടുള്ള VFXും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നി. ആം, അപ്പം ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം ഇതിനൊരു വലിയ ബാധ്യതയാണ്. കാരണം ആദ്യകാല സിനിമയിൽ, അതായത് 97-ലെ ബോർഡറിൽ ഇവർ കാണിച്ചിരിക്കുന്ന ഇമോഷണൽ കണക്റ്റ് അതേപടി കോപ്പി ചെയ്ത് പടം തുടങ്ങി ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഇൻട്രോ ഒക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രദർഹുഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വരുൺ ധവാൻ, ആഹാൻ ഷെട്ടി, ദിൽജിത്ത് ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു അക്കാഡമിയിൽ പോയിട്ട് ഒരു പരിപാടി കാണിക്കും. ഒരു 45 മിനിറ്റോ 50 മിനിറ്റോളം സിനിമയുടെ അങ്ങനെ എടുത്ത് കളയാം. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ആമസോൺ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. കാരണം ഇവർ ഒന്നാമത് വരുൺ ധവാനൊക്കെ നല്ല രീതിയിൽ ഓവർ ആക്ട് ചെയ്ത് കൊളമാക്കി വെച്ചിട്ടുണ്ട്. ഈ പടത്തിനൊരു PR ടീം വെച്ചിട്ട് വരുൺ ധവാനെ കളിയാക്കി ഓവർ ആക്ടിങ്ങിനെ പറ്റി സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റൂമറൊക്കെ വന്നിട്ട് അതിൻ്റെ ആ ചാറ്റിൻ്റെ സ്നാപ്ഷോട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. പുള്ളി അത്രയും ഓവറാക്കി. ഈവൻ സന്ദേശ് ആറ്റെ ആ പാട്ടിന് ലിപ്പ് കൊടുക്കുമ്പോൾ പോലും പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഓവറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 45 മിനിറ്റ് ലാഗ്, പിന്നെ ഒരു ഇൻട്രോൾ ബ്ലോക്ക് വരുന്നു. അത് അത്യാവശ്യം കൊള്ളാം. അതൊരു നല്ല ഗൂസ് ബംപ്സ് തന്ന് നിർത്തി. പിന്നെയും ഇതുപോലെ വീണ്ടും ഒരു ഇമോഷണൽ ഡ്രാമ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് പഴയ ബോർഡറിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ വർക്കായോ ആ ഡയലോഗ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ കൊണ്ടുവന്ന് ഇത്തവണ നേവിയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി. ആഹാൻ ഷെട്ടി, സുനിൽ ഷെട്ടിയുടെ മകൻ, ആ ക്യാരക്ടറാണ് ചെയ്യുന്നത്. സുനിൽ ഷെട്ടി മരിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന അതേ ഡയലോഗ് അതേ മോഡുലേഷനിൽ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. പുള്ളി അത് അത്യാവശ്യം പുള്ളി ഒരു വരുന്നതേ ഉള്ളൂ. അപ്കമിങ് ആക്ടറിലാണ് പുള്ളിക്ക്. 1-2 പടങ്ങളെ ആയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്മെച്ചുവർഡ് ആയിട്ടുള്ള ആക്ടിങ്ങും ആ ഒരു ഇതും പുള്ളിക്ക് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല അതൊക്കെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ ബദ്ലാപൂർ പോലെയൊക്കെയുള്ള പടം ചെയ്ത വരുൺ ധവാൻ പുള്ളി ഇത്രയും മോശമായിട്ട് അഭിനയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ ഭയങ്കര ലെറ്റ് ഡൗൺ ആയിപ്പോയി. പിന്നെ ദിൽജീത്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ എയർ മാർഷൽ അങ്ങനെ വരുന്ന ഒരു ക്യാരക്ടർ, പുള്ളി നല്ല രസമാണ്. പുള്ളി പോകുന്ന പോക്കിൽ ഒരു പേടയൊക്കെ പടച്ചിട്ട് പുള്ളി ഇങ്ങനെ മീശയൊക്കെ മുറുക്കി പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ VFXും ഈ നേവൽ ബേസിൽ വരുന്ന ഉള്ള VFXും കാര്യങ്ങളും ഒക്കെ വളരെ തട്ടിക്കൂട്ടാണ്. ഈ സബ്മറൈൻ ഫൈറ്റും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ സെറ്റിട്ട് വെച്ചതാണെന്ന് വളരെ നല്ല രീതിയിൽ അറിയാൻ പറ്റും. കാരണം സണ്ണി ഡിയോളിൻ്റെ ഫൈറ്റ് പോർഷൻസിനും കൊടുത്തതിനും ഒക്കെ ഉള്ളൊരു ഇമ്പോർട്ടൻസ് ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇല്ലാതായിപ്പോയി. അതെനിക്കൊരു ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നി. അതിനുശേഷം ടുവേർഡ്സ് ദ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും ഒരു പോസ്റ്റ് നമ്മൾ കാക്കണം, ഒരു പോസ്റ്റ് നമ്മൾ കയറി അറ്റാക്ക് ചെയ്യണം. അങ്ങനെ ഒരു 2 സിനാരിയോ. അപ്പോൾ അവിടെ പാല് കാച്ചി ഇവിടെ കല്യാണം എന്നുള്ള രീതിയിൽ മാറി മാറി കാണിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവില്ല അവസാനം ആരെ കൊല്ലുന്നു, ആരാടാ അടിക്കുന്നത്, ഇതെല്ലാം കൂടെ അടിച്ച് തീർന്ന് പുകയൊക്കെ തീർന്ന് കഴിയുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ അപ്പം നമുക്കറിയാം ആര് ചത്തു ആര് ജീവിച്ചു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ക്ലൈമാക്സ്, ഒരു ലോങ് ഫൈറ്റ് ഉള്ളൊരു ക്ലൈമാക്സ്. എഗെയിൻ അവിടെ സണ്ണി ഡിയോളിൻ്റെ പോർഷൻസ് എല്ലാം മസ്റ്റ് വാച്ചാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ സമയദൈർഘ്യം കാര്യങ്ങൾ എല്ലാം കൂടെ കൊണ്ട് ഈ പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് വരുൺ ധവാൻ്റെ പോർഷനും കട്ട് ചെയ്ത് ആഹാൻ ഷെട്ടിയുടെ പോർഷനും കട്ട് ചെയ്തിട്ട് ശരിക്കും സണ്ണി ഡിയോളിൻ്റെയും ദിൽജിത്തിൻ്റെയും മാത്രം പോർഷൻസ് വെച്ച് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ച് ഈ പടം വെച്ചിരുന്നെങ്കിൽ അടിപൊളി പടമായിട്ടൊരു സെലിബ്രേഷൻ മോഡിൽ ഇത് വന്നേനെ. ജാനുവരി 26 ലക്ഷ്യമിട്ട് എന്താ പറയുക, ഒരു പേട്രിയോട്ടിസം ഫീലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം സിനിമ വേറെ, പേട്രിയോട്ടിസം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ അഭിപ്രായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. ഒരു സൂപ്പർ ഹിറ്റ് ഫോമുലയ്ക്ക് പോകേണ്ട ഒരു പടം ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു ആവറേജ് വാച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ആവില്ല. കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക.